ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുട്ടത്തോട് കൃഷിക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. മുട്ടത്തോടിൽ 97% കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിനു പുറമെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുട്ടത്തോട് ചെടികൾക്ക് കൊടുക്കുന്നത് വഴി ഇവയെല്ലാം ചെടിക്ക് ലഭിക്കുകയും ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യുന്നു. പക്ഷേ മുട്ടത്തോട് ചുമ്മാ ഇട്ടുകൊടുത്താൽ അതിൻ്റെ ഗുണം ചെടികൾക്ക് ലഭിക്കില്ല. അത് എങ്ങനെ കൊടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. മുട്ടത്തോട് ഇതുപോലെ കൈകൊണ്ട് പൊടിച്ച് ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്താൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഇനി ചെടികൾക്ക് മുട്ടത്തോടിൻ്റെ ഗുണം ലഭിക്കുന്നതിനായിട്ട് മുട്ടത്തോട് ഇതുപോലെ കൈകൊണ്ട് പൊടിച്ച ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. നന്നായിട്ട് വെയിൽ കൊള്ളണം. മുട്ടത്തോട് ഉണക്കാതെ പൊടിച്ച് ചെടികൾക്ക് കൊടുത്താൽ അത് ചെടികൾക്ക് ദോഷം ചെയ്യും. ഇതുപോലെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഞാനിപ്പോൾ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയിലെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലും ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഉണക്കിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. പിന്നെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് പൊടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ അടപ്പ് തുറക്കാൻ പാടില്ല. കാരണം ഇത് തുറക്കുമ്പോൾ നന്നായിട്ട് പൊടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതിലടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തുറക്കുക. കണ്ടില്ലേ, അതുപോലെ പുക പോകും. അപ്പോൾ അത് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തുറക്കാം. അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞു. അതേ കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വായു കയറാത്ത ഒരു ജാറിലോട്ട് മാറ്റാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചെടികൾക്ക് കൊടുക്കാം. പിന്നെ ഇത് പൊടിക്കുന്നത് വഴി നമ്മുടെ ജാറിന് നന്നായിട്ട് മൂർച്ചയും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെടികൾക്ക് ഇതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതെൻ്റെ റോസ് ചെടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1 സ്പൂൺ എടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി വലിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെടി മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ടയുടെ മിശ്രിതം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ 1 സ്പൂണ് അതിൻ്റെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷവും നമ്മൾ നനച്ച് കൊടുക്കണം കേട്ടോ ചെടികൾക്ക്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ വെള്ളത്തിലോട്ട് നേരിട്ട് ലയിപ്പിച്ചതിന് ശേഷവും ചെടികൾക്ക് കൊടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലോട്ട് 1 സ്പൂൺ മുട്ടയുടെ തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെൻ്റെ അടീനിയൻ ചെടിയാണ്. കണ്ടോ, ചെടി നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത്. ഈ മുട്ടത്തോട് നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇത് നമുക്ക് പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ തക്കാളിയാണ്. കണ്ടോ, നിറയെ തക്കാളി പിടിച്ചിട്ടുണ്ട്. കായ്ഫലം കഴിഞ്ഞ ചെടികളിലും മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ അത് വീണ്ടും നന്നായി വളർന്ന് കായ തരും. മുട്ടത്തോട് പൊടിച്ച പൊടി ചെടികളിൽ വിതറിക്കൊടുത്താൽ ചെടികളെ ആക്രമിക്കുന്ന പ്രാണികൾ മാറിക്കിട്ടും. ഇതെൻ്റെ പച്ചമുളകിൻ്റെ ചെടിയാണ്. ഇത് നമ്മൾ തൂകിക്കൊടുക്കുമ്പോൾ ചെടികൾ ഒന്ന് നനച്ചതിന് ശേഷം തൂകിക്കൊടുക്കുക. വെയിലാറിയതിന് ശേഷവും തൂകിക്കൊടുക്കുക. മുട്ട തിളപ്പിച്ച വെള്ളവും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും കൊടുക്കാം. കാരണം മുട്ട തിളപ്പിക്കുമ്പോൾ ചെറിയ അളവിൽ കാൽസ്യം, ഫോസ്ഫറസ് വെള്ളത്തിലോട്ട് വിടുന്നു. അപ്പോൾ അതുകൊണ്ട് മുട്ട തിളപ്പിച്ച വെള്ളവും നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. പിന്നെ മുട്ടത്തോട് പൊടിച്ചത് നമുക്ക് മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിന് കുമ്മായത്തിന് പകരമായിട്ട് മുട്ടത്തോട് പൊടിച്ചത് ഉപയോഗിക്കാം. അപ്പോൾ ആരും മുട്ടത്തോടൊന്നും കളയണ്ട.
നമുക്ക് ഇതുപോലെ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി മുട്ടത്തോടിൽ എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 മുട്ടത്തോട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ദ്വാരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്തതാണ്. ഇത് നമുക്ക് മുട്ടത്തോടിലോട്ട് നിറച്ച് കൊടുക്കാം. ഈ മുട്ടത്തോട് നമുക്ക് താങ്ങിനായിട്ട് ഞാൻ ഒരു സീഡ് ട്രെയിൻ്റെ മേളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വിത്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെണ്ടയുടെ വിത്താണ് വെച്ച് കൊടുക്കുന്നത്. വിത്തോളം മാത്രം കുഴിച്ചിടാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊന്ന് മൂടിക്കൊടുത്തതിന് ശേഷം നനച്ച് കൊടുക്കാം. അപ്പോൾ നനച്ച് കൊടുത്ത് നമുക്ക് തണലിലോട്ട് മാറ്റി വയ്ക്കാം. 3-4 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിത്ത് നല്ല ആരോഗ്യത്തോടെ മുളച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.